ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ച് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ചീരയും പച്ചക്കായൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ടുള്ളൊരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയാണ്. ആദ്യം തന്നെ ചോറ് റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചു. പിന്നെ കുക്കറിൽ പരിപ്പ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ ചീര ഉണ്ട്. ചീര ഞാൻ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കുകയാണ്. പച്ചക്കായ ഇതാ ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിനെ കഴുകി അരിഞ്ഞെടുക്കണം. ഇതിൻ്റെ ഇടയിൽ ഇതാ ചീര ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് ചോറും ആയിട്ടുണ്ട്. ചോറ് ഞാനിതിവിടെ ഊറ്റിയെടുക്കുകയാണ്. പരിപ്പ് ഇതാ ഞാൻ 2-3 വിസിലൊക്കെ വന്ന് ഒന്ന് ഓഫാക്കി എടുത്തിട്ടുണ്ട്. പരിപ്പിലേക്ക് ഫസ്റ്റ് വേവിച്ചപ്പോൾ തന്നെ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തത്. പിന്നെ ഇതിലേക്ക് ഇതാ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് കറി എത്ര ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത്രക്കും കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതാ ചീര അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തിളപ്പിച്ചെടുക്കുക. ചോറൊന്ന് വെള്ളം വലിച്ചെടുത്തിട്ടുണ്ട്. ഗ്യാസിൽ വെച്ചിട്ടൊന്ന് വെള്ളം വലിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇതാ പച്ചക്കായ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്തേക്ക് വെക്കണം. ഇതിലേക്ക് പച്ചമുളകും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. പിന്നെ അതാ മീനും വാങ്ങിയിരുന്നു കേട്ടോ. മീൻ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇതാ ഞാൻ മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടിക്കാത്ത കുരുമുളക് ഉണ്ടാവുമല്ലോ, അതും ചേർത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി അതും ചേർത്ത് എല്ലാം കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. ഈ മസാല മീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയം ഒരു 15 മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പൊരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആവും. ഞാൻ പിന്നെ അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് അപ്പോൾ തന്നെ എടുത്ത് പൊരിച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഉപ്പേരി ഞാനൊന്ന് കടുക് കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിൽ വറുത്തിടുകയാണ്. ഉണക്കമുളകും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിപ്പോൾ എൻ്റെ അടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ കറിക്ക് ഉള്ളതും കൂടി തൂമിച്ചെടുക്കുകയാണ്. ഇതേപോലെ തന്നെ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയും കരിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതും തൂമിച്ചെടുത്ത് കറിക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇന്ന് ഞങ്ങൾക്ക് പൊതിച്ചോറ് കൊടുക്കാണ്ട് കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുക്കലുണ്ട് കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. 2 പൊതിച്ചോറ് കൊടുക്കലുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ ഉള്ളൂ ഞാൻ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം കേട്ടോ.